ഹലോ എവരിവൺ. അപ്പോൾ സ്ട്രാറ്റജിക്കയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NTPC അതുപോലെ തന്നെ JEED എക്സാമിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The first question എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: When was Tamil declared a classical language of India? തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കി ഡിക്ലെയർ ചെയ്ത വർഷം എന്നാണ്. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കി ഡിക്ലെയർ ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 2004ലാണ്. ഓക്കെ, തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കി ഡിക്ലെയർ ചെയ്ത വർഷം എന്നാണ്, അത് 2004ലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ വരും. ഇത് റീസെൻ്റ്ലി ഒരു കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആണ്. ടോട്ടൽ നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 11 ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, അതുപോലെ തന്നെ ഒഡിയ. ഓക്കെ, ഇതിൽ 6 എന്ന് പറയുന്ന 6 ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇതാണ്: തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഈ ഓരോ ലാംഗ്വേജസിനെയും ഏത് വർഷമാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യുന്നത് പഠിക്കണം. ഓക്കെ, അതായത് തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യുന്ന വർഷം അത് 2004ലാണ്. ഓക്കെ, തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ് 2004ലാണ്. സാൻസ്ക്രിറ്റിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷമായ 2005ലാണ്. ഓക്കെ, അപ്പോൾ തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്, അത് 2004ലാണ്. സാൻസ്ക്രിറ്റിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം 2005. അതിനുശേഷം കന്നഡയും അതുപോലെ തന്നെ തെലുങ്കും, ഇതിനെ രണ്ടിനെയും ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം അത് 2008ലാണ്. ഓക്കെ, കന്നഡ അതുപോലെ തന്നെ തെലുങ്ക്. അപ്പോൾ കന്നഡയും തെലുങ്കിനെയും ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കി ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്, അത് 2008ലാണ്. മലയാളത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം അത് 2013ലാണ്. എന്നാണ്? 2013ലാണ്. ഒഡിയയെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം അത് 2014ലാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് എത്രണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു തന്നു, 11. ഈ നമ്പർ മറക്കല്ലേ. അതിൽ 6 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഓരോ ലാംഗ്വേജിനെയും ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്ത വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. സോ വർഷം പ്രോപ്പർലി പഠിക്കുക. അത് മാത്രമല്ല, ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന ലാംഗ്വേജ് തമിഴാണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം 2004, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 2005, കന്നഡ തെലുങ്ക് ആണെങ്കിൽ 2008, മലയാളം ആണെങ്കിൽ 2013, ഒഡിയ ആണെങ്കിൽ 2014. ഈ 6 ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ബാക്കി അപ്പോൾ എത്ര ഉണ്ട്? ബാക്കി ഒരു 5 ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. ഈ 5 ലാംഗ്വേജസിനെ ആഡ് ചെയ്യുന്നത് റീസെൻ്റ്ലി ആണ്, 2024ലാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ക്ലാസിക്കൽ ലാംഗ്വേജിനെയും ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്, അത് 2024ലാണ്. ഈ 2024 ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയണം. ബിക്കോസ് കറണ്ട് അഫയേഴ്സിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, കാരണം റീസെൻ്റ്ലി ആഡ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ആ 5 ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബംഗാളി ലാംഗ്വേജ്, മറാത്തി ലാംഗ്വേജ്, ആസാമീസ് ലാംഗ്വേജ്. ഓക്കെ, ബംഗാളി ലാംഗ്വേജ്, മറാത്തി ലാംഗ്വേജ്, ആസാമീസ് ലാംഗ്വേജ്, പാലി, അതുപോലെ തന്നെ പ്രാകൃത്. പാലി ലാംഗ്വേജും പ്രാകൃത് ലാംഗ്വേജും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എത്രയാണെന്ന് വെച്ചാൽ അതിനകത്ത് എത്രയാണ്? 11. ആ 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതാണെന്ന് പഠിക്കണം കേട്ടോ. ഡെഫിനറ്റ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് എത്രയാണ്? 11.
അതിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്നത് തമിഴിനെയാണ്. തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 2004 സാൻസ്ക്രിറ്റിനെ ആണെങ്കിൽ 2005, കന്നഡ തെലുങ്കാണെങ്കിൽ 2008, മലയാളം ആണെങ്കിൽ 2013, ഒഡിയ ആണെങ്കിൽ 2014 6 ഒക്കെയാണല്ലോ. ദെൻ റീസെന്റ് ആഡ് ചെയ്ത 5 ക്ലാസിക്കൽ ലാംഗ്വേജസ് അതേതൊക്കെയാണ്? ബംഗാളി, മറാത്തി, ആസാമീസ്, പാലി, പ്രാകൃത്. ഏത് വർഷം? അത് 2024 ഏത് വർഷമാണ്? 2024. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ഫാക്റ്റുകളെല്ലാം പ്രോപ്പർലി പഠിച്ചോണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വളരെയധികം സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ അബ്രിവിയേഷൻ ഓഫ് സാർക്ക്? അപ്പൊ സാർക്കിന്റെ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ്. ഓക്കെ, സാർക്കിന്റെ ഫുൾ ഫോം എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. ഓക്കെ, സാർക്കിന്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സാർക്കിന്റെ ഫുൾ ഫോം നമുക്കറിയാം, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ്. സാർക്ക് ഫോം ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1985 ഓക്കെ, സാർക്ക് ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? 1985 സാർക്ക് ഫോം ചെയ്യുന്നത്. സാർക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. ഓക്കെ, സാർക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ് സാർക്ക് ഫോം ചെയ്യുന്നത്. പക്ഷെ സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഓക്കെ, സാർക്ക് ഫോം ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറോ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഓക്കെ, അപ്പൊ സാർക്കിന്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ്. സാർക്ക് ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? 1985. സാർക്ക് ഫോം ചെയ്യുന്ന എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഓക്കെ, ഇനി സാർക്കില് ടോട്ടൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, ബിക്കോസ് നമ്മുടെ എക്സാമിന് കൺട്രീസിന്റെ പേര് തന്നിട്ട് ഇതിൽ സാർക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ്, ഇൻക്ലൂഡ് ആവാത്ത രാജ്യങ്ങൾ ഏതാണ്, അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ പ്രോപ്പർലി ഏതൊക്കെ രാജ്യങ്ങൾ സാർക്കിൽ ഇൻക്ലൂഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത്തരം ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ സാർക്കിൽ ആഡ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പാകിസ്ഥാൻ ഉണ്ട്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, പിന്നെ നമ്മുടെ ഇന്ത്യ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്. ഓക്കെ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക. ഓക്കെ, ഭൂട്ടാൻ, ശ്രീലങ്ക. അപ്പൊ സാർക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാന്, ശ്രീലങ്ക. സോ 8 രാജ്യങ്ങളെ പഠിക്കുക. ഓക്കെ, സാർക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള 8 രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ഓൾസോ ശ്രീലങ്ക. സാർക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇത്രയോ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും പഠിക്കുക. ദെൻ പിന്നീട് നമുക്ക് ഒരു തവണ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. അതായത് ഈ സാർക്കിന്റെ ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ ആരാണെന്ന്. ഓക്കെ, സാർക്കിന്റെ ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫാത്തിമ ദിയാന സയ്യിദ് ആണ്. ഓക്കെ, സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫാത്തിമ ദിയാന സയ്യിദ്. ഓക്കെ, സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫാത്തിമ ദിയാന സയ്യിദ് ആണ്. ഓക്കെ, 2011-12 ടൈം പീരീഡിലാണ് സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആയിട്ട് ഫാത്തിമ ദിയാന സയ്യിദ് മാറുന്നതുകൂടി ഓർത്തിരിക്കുക. പിന്നീട് ഒരു തവണ ഉണ്ടല്ലോ, പിന്നീട് ഒരു തവണ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യക്കാരിയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു.
ഓക്കെ, അപ്പോൾ സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മാലദ്വീപ്സ് ആണ് കേട്ടോ. ഓക്കെ, സാർക്കിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മാലദ്വീപ്സ്. ഓക്കെ, അപ്പോൾ സാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവയെ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളുക. അപ്പോൾ സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ്. 1985 ബംഗ്ലാദേശിലെ ധാക്കയിൽ സാർക്ക് ഫോം ചെയ്യുന്നു. പക്ഷെ സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. സാർക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ഓൾസോ ശ്രീലങ്ക. സാർക്കിന്റെ ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ ആരാണ്? ഫാത്തിമ ദിയാന സയ്യിദ് ആണ്. ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യക്കാരിയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ശ്രീലങ്കയാണ്. ഓക്കെ, അപ്പോൾ സാർക്ക് ഫോം ചെയ്ത വർഷം എന്നാണെന്ന് പറഞ്ഞു? 1985 ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ 1985 എന്ന് പറയുന്ന വർഷത്തിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1985 എന്ന് പറയുന്ന വർഷത്തിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാർക്ക് ഫോം ചെയ്ത വർഷമായ 1985 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പ്രത്യേകത അറിയാമോ? എനിക്ക് ഒന്ന് ഏതൊക്കെയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 1985 ഓക്കെ, അപ്പോൾ 1985 എന്ത് നമ്മുടെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ദ്രോണാചാര്യ അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1985 ഓക്കെ, ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? 1985 ഈ 1985 നിന്ന് ഒരു 10 ഇയേഴ്സ് മൈനസ് ചെയ്താൽ എന്തായിട്ട് മാറി? 1975 ആയിട്ട് മാറി അല്ലേ. ഈ 1975 എന്ന് പറയുന്ന വർഷത്തെ ബേസ് ചെയ്ത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. 2021 ടൈം പീരീഡിൽ നടക്കുന്ന NTPC എക്സാമിന് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. 1975 മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നോളുക, 1975 മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1975. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1975 ദെൻ അപ്പോൾ 1975 മൈക്രോസോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. 1985 നമുക്കറിയാം ദ്രോണാചാര്യ അവാർഡ് അല്ലേ. ഈ 1985 കൂടെ ഒരു 10 ഇയേഴ്സ് കൂടെ ആഡ് ചെയ്താൽ എന്തായിട്ട് മാറി? 1995 ആയിട്ട് മാറി അല്ലേ. 1995 ആയിട്ട് മാറി. മുന്നേ നടന്ന NTPC എക്സാമിന് 1995 എന്ന് പറയുന്ന വർഷത്തെ ബേസ് ചെയ്ത് കുറേയധികം പ്രത്യേകതകളുണ്ട്. 2 പ്രത്യേകതകൾ മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, അത് 2 ഓർത്തിരിക്കാം. ഓക്കെ, ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ആ 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. ജാവ ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത് 1995 ജാവ ഫൗണ്ട് ചെയ്യുന്നത് എന്നാണ്? 1995 സോ 1975, 1985, 1995 ഒരുമിച്ച് ഓർത്തിരുന്നൂടെ? ഓർത്തിരിക്കാലോ. ഇവിടെ 1985 നമ്മൾ പഠിച്ചെന്തായിരുന്നു? സാർക്ക് ഫോം ചെയ്ത വർഷമാണ്. ഓക്കെ, സാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണെന്ന് 1985. അപ്പോൾ ആ 1985 നമ്മൾ കണക്ട് ചെയ്യുന്നു. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ദ്രോണാചാര്യ അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം എന്നാണെന്ന്. 1985 ദ്രോണാചാര്യ അവാർഡ് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? സ്പോർട്സ് ആണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യ അവാർഡ് സ്പോർട്സിൽ കോച്ചസിന് നൽകുന്ന അവാർഡാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ 1985 10 ഇയേഴ്സ് മൈനസ് ചെയ്താൽ 1975 ആയിട്ട് മാറി. മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നു. 10 ഇയേഴ്സ് ആഡ് ചെയ്താൽ 1995 ആയിട്ട് മാറി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. അതുപോലെ ജാവ ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1995 ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി RRB NTPC ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, മാത്രമല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതായത് ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പ്രോപ്പർലി മാനേജ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന കണ്ടന്റിൻ്റെ PPT PDF ഫോർമാറ്റിലാക്കി നിങ്ങൾക്ക് തരും. സോ അതുകൊണ്ട് ആ PDF വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് സഹായകമാകും. ഓക്കെ, ഇത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും.
നിങ്ങൾ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഓക്കെ, FICCI എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? അപ്പോൾ FICCIയുടെ ഫുൾ ഫോം ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. FICCIയുടെ ഫുൾ ഫോം എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. FICCI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1927ലാണ്. ഓക്കെ, FICCI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1927ലാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം മറക്കണ്ട, 1927ലാണ്. ഈ 1927 ഒരു പ്രത്യേകത ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇല്ലേ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? അതും 1927ലാണ്. ഓക്കെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1927ലാണ്. ഒരു 10 ഇയേഴ്സിലൂടെ മൈനസ് ചെയ്താൽ 1917 ആവുന്നു. 1917 പ്രത്യേകത എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നത്തെ ഏതോ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പുലിറ്റ്സർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്യാനും പറ്റും. പുലിറ്റ്സർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1917ലാണ്. ഓക്കെ, പുലിറ്റ്സർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? 1917ലാണ്. 1927 കൂടെ ഒരു 10 ഇയേഴ്സ് കൂടെ ആഡ് ചെയ്താൽ എന്തായിട്ട് മാറി? അത് 1937ലായിട്ട് മാറി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓക്കെ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഏത് വർഷമാണ്? 1937ലാണ്. സോ ഈ 3 വർഷങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് വെച്ചൂടെ? ബിക്കോസ് ഇങ്ങനത്തെ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചിലപ്പോൾ ഒരു ടോപ്പിക് ആയിട്ട് പഠിക്കുമ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ FICCI എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. FICCI ഫോം ചെയ്ത വർഷം എന്നാണ്? അത് 1927ലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർത്തിരിക്കുന്നു, 1927 തന്നെ, അതായത് FICCI ഫോം ചെയ്ത 1927 തന്നെയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. അതിനൊരു 10 ഇയേഴ്സ് മൈനസ് ചെയ്താൽ 1917 ആയിട്ട് മാറുന്നു പുലിറ്റ്സർ പ്രൈസ്. 1927 കൂടെ 10 ഇയേഴ്സ് ആഡ് ചെയ്താൽ 1937 ആവുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓക്കെ, അപ്പോൾ 1917ലാണെങ്കിൽ പുലിറ്റ്സർ പ്രൈസ്, 1927ലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 പ്രത്യേകത അറിയാം, FICCIയും അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും. 1937ലാണെങ്കിലോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓക്കെ, അത്ര ഓർത്തിരിക്കാമല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ് പെയർസ്. നമ്മുടെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കഴിഞ്ഞ NTPC എക്സാം നടന്നത് 133 ഷിഫ്റ്റുകളിലായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടോട്ടലി 133 ഷിഫ്റ്റിലെയും കൂടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, അത് മിക്ക ഷിഫ്റ്റുകളിലും ഈ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, നമുക്കിവിടെ എന്താണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതാവൂ. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഇതിൽ ഏതാണെന്ന് എഴുതാനാ. ഹെഡ് ക്വാർട്ടേഴ്സ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ട്, പിന്നെ യുനെസ്കോ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടില്ലേ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ILO എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, ILO എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിന് ആൻസർ ജനീവ സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ജനീവ സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, ഇനി IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, IMF എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ ആണ് കേട്ടോ. ഓക്കെ, വാഷിംഗ്ടൺ USA. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ USA ആണ്. യുനെസ്കോയുടെ ഞാൻ പറഞ്ഞു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു തന്ന ഫുൾ ഫോംസ് കൂടെ നോട്ട് ചെയ്ത് പോണേ. ILO ആണെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, IMF ആണെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, യുണിഡോ ആണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, യുനെസ്കോ ആണെങ്കിലോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറോ ഫ്രാൻസിലെ പാരീസിലാണ്. ഓക്കെ, യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർലി ഓർത്തിരിക്കാമല്ലോ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പേര് ഏതാണ്? യുണിഡോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓസ്ട്രിയയിലെ വിയന്നയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർലമെന്റ് ഓഫ് ജപ്പാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ഏരിയാസ് നമ്മുടെ NTPC എക്സാമിന് സ്പെഷ്യലൈസ് ചെയ്ത് ചോദിക്കാറുണ്ട്. പാർലമെന്റ്സ്, ക്യാപിറ്റൽ, കറൻസി, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഗെയിംസിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് NTPC കുറച്ച് ഫോക്കസ് ചെയ്ത് അത്തരത്തിലുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ജപ്പാന്റെ പാർലമെന്റ് ഏതാണ്? ദ നാഷണൽ ഡയറ്റ് ആണ്. ഓക്കെ, ജപ്പാന്റെ പാർലമെന്റ് ഏതാണ്? ദ നാഷണൽ ഡയറ്റ് ആണ്. സ്റ്റാർട്ടിംഗ് എന്നുള്ളത് സ്റ്റാർട്ടിംഗ് എന്നാണ് പ്രൊനൗൺസിയേഷൻ, നമ്മളിങ്ങനെ എഴുതുന്നെങ്കിലും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് എവിടെയാണ്? സ്റ്റാർട്ടിംഗ് എന്നുള്ളത് നോർവേയുടെ പാർലമെന്റ് ആണ് കേട്ടോ. ഓക്കെ, നോർവേയുടെ പാർലമെന്റ് ആണ് ഇത് സ്റ്റാർട്ടിംഗ്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓപ്ഷൻസ് വെച്ച് പഠിക്കുന്ന സമയത്ത് ആ ഓപ്ഷനിൽ എന്തെങ്കിലും ഫാക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പഠിച്ചു പോകണം. അത് പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ഷുവർ ആണ്. ഇത് നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജപ്പാന്റെ ഏതാണ്? ദ നാഷണൽ ഡയറ്റ് ആണ്. സ്റ്റാർട്ടിംഗ് എവിടുത്തെയാണ്? നോർവേയുടേത്. ഫോക്കറ്റിംഗ് എന്നുള്ളതോ? ഫോക്കറ്റിംഗ് ഡെൻമാർക്കിൻ്റെതാണ് കേട്ടോ. ഡെൻമാർക്കിന്റെ പാർലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫോക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നോർവേ, ഡയറ്റ് ആണെങ്കിൽ ജപ്പാൻ, ഫോക്കറ്റിംഗ് ആണെങ്കിലോ ഫോക്കറ്റിംഗ് എന്നുള്ളത് ഡെൻമാർക്ക് ആണ് കേട്ടോ. ഫോക്കറ്റിംഗ് എന്നുള്ളത് ഡെൻമാർക്ക്. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർലമെന്റ് ഓഫ് ഡെൻമാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, തൊട്ടു മുന്നേ പറഞ്ഞില്ലേ, അതായത് 2021 തന്നെ നടന്ന, ഓക്കെ 1 സെക്കൻഡ്, 2021 തന്നെ നടന്ന, ഇത് 2021 മാർച്ച് 9 ഇത് മാർച്ച് 2 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഒരേ ടോപ്പിക്കിൽ നിന്ന് പല പല ക്വസ്റ്റ്യൻസ് പല പല ഷിഫ്റ്റിലാക്കി എന്ത് ചെയ്യും? ഷഫിൾ ചെയ്ത് ചോദിക്കും. സോ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇവിടെ ഓൾറെഡി ഡെൻമാർക്കിൻ്റെ ഇപ്പോൾ നമുക്ക് അറിയാം ഇല്ലേ, നമ്മൾ ജപ്പാൻ്റെ പഠിച്ചു ഡയറ്റ് ആണെന്ന്. ഡെൻമാർക്കിൻ്റെ ഏതാണ്? ഡെൻമാർക്കിൻ്റെ പാർലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫോക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻമാർക്കിൻ്റെ പാർലമെന്റ് ആണ് എന്ന് പറയുന്നത് ഫോക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഓൾറെഡി ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ +91 ഇസ് ദ കൺട്രി കോളിംഗ് കോഡ് ഓഫ് വിച്ച് നേഷൻ? +91 എന്നുള്ളത് എവിടുത്തെയാണ്? നമ്മുടെ ഇന്ത്യയുടെ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ കാനഡയുടെ അമേരിക്കയുടേതോ +1 ആണ് അല്ലേ. ചൈനയുടേതാണെങ്കിലോ +86 ആണ്. ഓക്കെ, ചൈനയുടെ കോളിംഗ് കോഡ് ഏതാണ്? കൺട്രി കോളിംഗ് കോഡ് ഏതാണ്? അത് +86 ആണ്. ഇനി UK ആണെങ്കിലോ UK +44 ആണ്. UK ആണെങ്കിൽ +44 ആണ്. അതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരുന്നോളുക. +91 നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടേതാണെന്നല്ലേ, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ ആണ്. അപ്പോൾ +1 ആണെങ്കിൽ അത് കാനഡയുടെയും അമേരിക്കയുടേതുമാണ്. +86 ആണെങ്കിൽ ചൈനയുടേത്, UKയുടേതാണെങ്കിലോ +44. ഓക്കെ, അടുത്തത് പണ്ഡിറ്റ് ജസ്രാജ് an Indian classical vocalist belongs to which ഘരാന? അപ്പോൾ പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, ഇത് 2020
കാരണം കോവിഡ് ആയതുകൊണ്ട് കുറച്ച് എക്സാം ഡിലേ ആയിട്ടായിരുന്നു ആ ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇവിടെ ഈ ക്വസ്റ്റ്യന് കുറച്ചുകൂടി പ്രയോറിറ്റി ഇപ്പം കൂടുതലാണ്. അതായത് നമ്മുടെ RRBയുടെ ലാസ്റ്റ് നടക്കുന്ന എക്സാം എന്ന് പറഞ്ഞാൽ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമാണ്. അതിനുശേഷം പിന്നെ എക്സാംസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ പിന്നീട് ഈ ഒരു 2022 ശേഷം ഈ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് ഒരു ട്രെൻഡ് ടോപ്പിക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഞാൻ ഈ പറയാൻ പോകുന്ന ഫാക്റ്റുകളും ഇതിൻ്റെ ആൻസറും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പണ്ഡിറ്റ് ജസ്രാജ് ഞാൻ എവിടെയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കണക്റ്റഡ് ഫാക്റ്റുകളായിട്ട് പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? 1 സെക്കൻഡേ. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മേവാട്ടി ഘരാനയാണ്. ഓക്കെ, പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി പണ്ഡിറ്റ് ഭീംസൺ ജോഷി ആണെങ്കിൽ ഇവിടെ കണ്ടോ കിരാന ഘരാനയെന്ന്. അപ്പോൾ പണ്ഡിറ്റ് ഭീംസൺ ജോഷി, ഓക്കെ, പണ്ഡിറ്റ് ഭീംസൺ ജോഷി. ഓക്കെ, ഒരു 3 പേരുടെ പേരുകൂടി ഞാൻ പഠിപ്പിച്ചു തരാം. പണ്ഡിറ്റ് ഭീംസൺ ജോഷി ഏത് ഘരാനയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണെന്നറിയാമോ? കിരാന ഘരാനയാണ് കേട്ടോ. പണ്ഡിറ്റ് ഭീംസൺ ജോഷി ഏത് ഘരാനയാണ്? കിരാന ഘരാനയാണ്. ദെൻ പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറാണെന്ന് അറിയാലോ. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഘരാനയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെയ്ഹാർ ഘരാനയാണ് കേട്ടോ. ഏത് ഘരാനയാണ്? നോട്ട് ചെയ്ത് പഠിക്കണേ. മെയ്ഹാർ ഘരാനയാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഘരാനയാണ്? മെയ്ഹാർ ഘരാനയാണ്. ഫ്ലൂട്ടുമായിട്ട് ഇത് സിത്താറാണേ. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറാണെന്ന് മറന്നുപോലെ. അടുത്തത് ഹരിപ്രസാദ് ചൗരാസിയ. ഓക്കെ, ആരാണ്? ഹരിപ്രസാദ് ചൗരാസിയ. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിയ ആണെങ്കിൽ എന്താണ്? ഫ്ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഘരാനയാണ്? ബനാറസ് ഘരാനയാണ്. ഓക്കെ, ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹരിപ്രസാദ് ചൗരാസി ഏത് ഘരാനയാണ്? ബനാറസ് ഘരാനയാണ്. ഓക്കെ, അപ്പോൾ ഇനി 4 പേരെ മാത്രം ഇപ്പോൾ പഠിക്കാമല്ലോ. ഇനിയും ഘരാനാസ് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഈ 4 പേരെ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിൽ ഏത് ഘരാനയാണ്? പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിൽ മേവാട്ടി ഘരാനയാണ് കേട്ടോ. പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിൽ മേവാട്ടി ഘരാന. പണ്ഡിറ്റ് ഭീംസൺ ജോഷി ആണെങ്കിൽ കിരാന ഘരാന. പണ്ഡിറ്റ് രവിശങ്കർ ആണെങ്കിലോ മെയ്ഹാർ ഘരാന. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർക്കുക. ഹരിപ്രസാദ് ചൗരാസി ആണെങ്കിലോ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബനാറസ് ഘരാന. ഓക്കെ, ഭീംസൺ ജോഷി ആണെങ്കിൽ കിരാന ഘരാന. പണ്ഡിറ്റ് രവിശങ്കർ ആണെങ്കിൽ മെയ്ഹാർ ഘരാന. ഹരിപ്രസാദ് ചൗരാസി ആണെങ്കിലോ ബനാറസ് ഘരാന. അത്ര ഓർത്തിരിക്കാലോ. ഇനി നമ്മൾ പണ്ഡിറ്റ് ജസ്രാജിനെ പറ്റി പഠിച്ചില്ലേ? പണ്ഡിറ്റ് ജസ്രാജ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു പറഞ്ഞു? മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? പണ്ഡിറ്റ് ജസ്രാജിന് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? പണ്ഡിറ്റ് ജസ്രാജിനെ പറ്റി അല്ലേ? പണ്ഡിറ്റ് ജസ്രാജിന് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റീസെന്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവാർഡ്സുകൾ എല്ലാ അവാർഡ്സുകളും സ്പെസിഫൈ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ അവാർഡ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, പണ്ഡിറ്റ് ജസ്രാജിന് പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് ഓൾസോ പത്മവിഭൂഷൺ. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് ജസ്രാജിന് പത്മശ്രീ ലഭിക്കുന്ന വർഷം വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവണം. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്ത വർഷം പഠിച്ചല്ലേ ഇന്ന്? എന്തായിരുന്നു അത്? 1975 എന്നായിരുന്നു 1975. അപ്പോൾ 1975 പണ്ഡിറ്റ് ജസ്രാജിന് പത്മശ്രീ ലഭിക്കുന്നു. 1990 ഓക്കെ, 1990 പത്മഭൂഷൺ ലഭിക്കുന്നത്. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2000. ഓക്കെ, പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? 2000. ഈ 2000 തന്നെ പത്മവിഭൂഷൺ ലഭിക്കുന്ന ഒരു ഒഡീസി ഡാൻസർ എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ഈ 2000 തന്നെ പത്മവിഭൂഷൺ ലഭിക്കുന്ന ഒഡീസി ഡാൻസർ ആണ്. ആരാണെന്ന് അറിയാമോ? അത് കേളുചരൺ മോഹപാത്ര. ഓക്കെ, 2000 തന്നെ പത്മവിഭൂഷൺ ലഭിക്കുന്ന ഒഡീസി ഡാൻസർ ആണ് കേളുചരൺ മോഹപാത്ര. ആരാണ്? കേളുചരൺ മോഹപാത്ര.
ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. പണ്ഡിറ്റ് ജസ്രാജിന്റെ വർഷം മറക്കണ്ട. പത്മശ്രീ ആണെങ്കിൽ 1975, പത്മഭൂഷൺ ആണെങ്കിൽ 1990, then also പത്മവിഭൂഷൺ ആണെങ്കിൽ 2000. ഈ 2000 പത്മവിഭൂഷൺ ലഭിക്കുന്ന ഒഡീസി ഡാൻസർ ആണ് ആര്? കേളുചരൺ മോഹപാത്ര എന്ന് പറയുന്നത്. ആര്? കേളുചരൺ മോഹപാത്ര. അപ്പൊ അത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഓർക്കാലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഇസ് ദ പ്രൊപ്പണന്റ് ആൻഡ് പ്രൊപ്പഗാൻഡിസ്റ്റ് ഓഫ് ആർട്ട് ഓഫ് ലിവിങ്. ഓക്കെ, അപ്പൊ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്ത ആരാണ്? ഓക്കെ, ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്ത ആരാണ്? ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്ത ആരാണ്? നമ്മൾ മുന്നേ പഠിച്ച സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത, മെയ്ഹാർ ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പണ്ഡിറ്റ് രവിശങ്കർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ ആണ് ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഈ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്ന വർഷം അത് 1982-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1982-ലാണ്. എന്നാണ്? 1982-ല്. ഈ 1982-ന് രണ്ട് പ്രത്യേകതകൾ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം 1982-ലാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക് എന്നാണ്? 1982-ലാണ്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്നത് ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നും, സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് രവിശങ്കറിനെയാണെന്നും, പണ്ഡിറ്റ് രവിശങ്കർ മെയ്ഹാർ ഘരാനയാണെന്നും മറന്നുപോകല്ലേ. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുവെന്നും പണ്ഡിറ്റ് രവിശങ്കർ മെയ്ഹാർ ഘരാനയാണെന്നും മറന്നുപോകരുത്. പണ്ഡിറ്റ് രവിശങ്കർ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്ന വർഷം അത് 1982-ലാണ്. ഓക്കെ, എന്നാണ്? 1982-ല്. ഈ 1982-ലാണ് എന്തൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നബാർഡ്. ഓക്കെ, എന്തൊക്കെയാണ്? നബാർഡും അതുപോലെ തന്നെ എക്സിം ബാങ്ക്. ഓക്കെ, നബാർഡും അതുപോലെ എക്സിം ബാങ്കും രണ്ടും എന്നാണ്? അത് 1982-ലാണ്. എന്നാണ്? 1982-ല്. അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കറിനെയാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1999-ലാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് പത്മഭൂഷണും ഉണ്ട്, പത്മവിഭൂഷണും ഉണ്ട്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് പത്മഭൂഷണം പത്മവിഭൂഷണം ലഭിക്കുന്നുണ്ട്. പത്മഭൂഷണം ഉണ്ട്, പത്മവിഭൂഷണം ലഭിക്കുന്നുണ്ട്. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1967-ലാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1981-ലാണ്. ഈ രണ്ട് വർഷങ്ങളെയും ബേസ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞ NTPC എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. സോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ വീണ്ടും ക്ലാസ് കേൾക്കുക, ഇല്ലെങ്കിൽ ഞാൻ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പ്രോപ്പർലി നിങ്ങൾ ആ എത്രയാണോ വീഡിയോയുടെ ടൈം ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത്തരത്തിൽ 1967-ല് പത്മഭൂഷണം, 1981-ല് പത്മവിഭൂഷണം ആർക്ക് ലഭിക്കുന്നു? പണ്ഡിറ്റ് രവിശങ്കർ ലഭിക്കുന്നു. ഈ 1967-ലാണ് വിപ്പോ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1967-ലാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഏത് വർഷമാണ്? 1967-ലാണ്. 1981-ന്റെ പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ട്. ഓക്കെ, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. ഓക്കെ, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. ഓക്കെ, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് അതെന്താണ്? അത് 1981-ലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പല പല വർഷങ്ങളാണ്, ഒരുമിച്ച് നോട്ട് ചെയ്ത് പഠിച്ചോളുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്യുന്നത് 1982-ല് പണ്ഡിറ്റ് രവിശങ്കർ. സിത്താർ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് രവിശങ്കറിനെയാണ്. പണ്ഡിറ്റ് രവിശങ്കർ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷമായ 1982-ല്. ആ 1982-ല് എക്സാമിനുള്ള മറ്റ് 2 പ്രത്യേകതകൾ നബാർഡും എക്സിം ബാങ്കും. ഓക്കെ, നബാർഡും എക്സിം ബാങ്കും ഏത് വർഷമാണ്? 1982-ലാണ്.
പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് രവിശങ്കറിനെയാണെന്ന് പറഞ്ഞു. പണ്ഡിറ്റ് രവിശങ്കറിന് 2 അവാർഡുകൾ എന്ന് പറയുമ്പോൾ അത് 1967 പത്മഭൂഷണും 1981 പത്മവിഭൂഷണുമാണ്. 1967 പ്രത്യേകത വിപ്പോ, 1981 പ്രത്യേകത എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ആണല്ലോ. അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും പേഴ്സൺസിനെ അറിയാമോ? ഞാൻ കുറച്ച് പേഴ്സൺസിന്, ഒരു 5 പേഴ്സൺസിന്റെ പേര് പറഞ്ഞുതരാം. ആരൊക്കെയാണെന്ന് അറിയാമോ നോക്കേണ്ടത്? വിലായത്ത് ഖാൻ. ആരെയൊക്കെ നോക്കണം? എക്സാമിന് ചോദിച്ചിട്ടുള്ള പേഴ്സൺസ് ആണ്. വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി. ഓക്കെ, വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്. ഓക്കെ, വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്. ഓക്കെ, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓക്കെ, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓക്കെ, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓർക്ക, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞ ഫാക്റ്റുകളെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഇത്രയും ഫാക്റ്റുകൾ നമ്മൾ പഠിക്കുക. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 50 to 20 ആയിരിക്കും, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുമാത്രം ഫാക്റ്റുകൾ എക്സ്ട്രാ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുമായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, അതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞത് സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ട പേഴ്സൺസ് ആണ് വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓക്കെ, വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ആരൊക്കെയാണ്? വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓക്കെ, അടുത്തത് ഹു കോയിൻഡ് ദ വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്ത ആരാണ്? അത് ജോൺ മക്കാർത്തി ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്ത ആരാണ്? ജോൺ മക്കാർത്തി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്ത ആരാണ്? ജോൺ മക്കാർത്തി. അവിടെ കറക്റ്റ് ഫാക്ട് ഒന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റഡ് ദ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ സമ്പാദ് കൗമുദി. അപ്പോൾ സമ്പാദ് കൗമുദി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. മിറാദുൽ അക്ബർ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഓക്കെ, മിറാദുൽ അക്ബറും അതുപോലെ സമ്പാദ് കൗമുദിയും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അൽ ഹിലാൽ ആരാണ്? അൽ ഹിലാൽ സ്റ്റാർട്ട് ചെയ്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, അൽ ഹിലാലിനെ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി നവജീവൻ, യങ് ഇന്ത്യ. ഓക്കെ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഓക്കെ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ. നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കാലോ. അപ്പൊ സമ്പാദ് കൗമുദി അതുപോലെ മിറാദുൽ അക്ബറും ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, സമ്പാദ് കൗമുദിയും മിറാദുൽ അക്ബറും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അൽ ഹിലാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ ആരാണ്? സ്റ്റാർട്ട് ചെയ്താരാ? ആ ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്താരാ? അത് ഗാന്ധിജി. ഓക്കെ, ഇത് ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അൽ ഹിലാൽ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഫൗണ്ടഡ് ദ ജേണൽ വന്ദേ മാതരം? വന്ദേ മാതരം എന്ന് പറയുന്ന ജേണൽ ഇത് ഫൗണ്ട് ചെയ്ത ആരാണ്? അത് ബിപിൻ ചന്ദ്രപാലാണ്. ഓക്കെ, വന്ദേ മാതരം എന്ന് പറയുന്ന ജേണൽ ഫൗണ്ട് ചെയ്ത ആരാണ്? അത് ബിപിൻ ചന്ദ്ര പാൽ. ഓക്കെ, വന്ദേ മാതരം എന്ന് പറയുന്ന ജേണൽ ഫൗണ്ട് ചെയ്ത ആരാണ്? അതിന് ആൻസർ ബിപിൻ ചന്ദ്ര പാലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്.
ഹൂ ബിൽഡ് ദ റോക്ക് ഗാർഡൻ ഓഫ് ചണ്ഡീഗഡ്? ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഓക്കെ, ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നെക്ചന്ദ് ആണ്. ഓക്കെ, ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ബിൽഡ് ചെയ്യുന്ന ആരാണ്? നെക്ചന്ദ് ആണ്. അറിയാം, പ്ലാന്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ്? ഓക്കെ, പ്ലാന്റ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡിനെയാണ്. ഓക്കെ, പ്ലാന്റ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡിനെയാണ്. പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡിന്റെ ആർക്കിടെക്റ്റ് ലേ കോർബൂസിയർ ആണ്. ഓക്കെ, പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ചണ്ഡീഗഡിനെയാണ്. പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? ലേ കോർബൂസിയർ ആണ്. ഈ ലേ കോർബൂസിയർ ഏത് രാജ്യക്കാരനാണെന്ന് കൂടി അറിയണം. ഫ്രാൻസ് ആണ്. ലേ കോർബൂസിയർ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പൊ ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ബിൽഡ് ചെയ്ത ആരാണ്? നെക്ചന്ദ് ആണ്. പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡ് ആണ്. പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ്. ഈ സിറ്റി ബിൽഡ് ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ ഇതിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? ലേ കോർബൂസിയർ ആണ്. ഈ ലേ കോർബൂസിയർ ഏത് രാജ്യക്കാരനാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫ്രാൻസ്. ഓക്കെ, അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരുന്നോളുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊസ്രാട്ട് ഓഫ് മദ്രാസ് എന്ന അറിയപ്പെടുന്നത് ആരെയാണ്? മൊസ്രാട്ട് ഓഫ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? AR റഹ്മാനെ. ഓക്കെ, മൊസ്രാട്ട് ഓഫ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? AR റഹ്മാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യാമിനി കൃഷ്ണമൂർത്തി who received the Padma Vibhushan Award in 2016 is an Indian dancer of which of the following dance form? അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി അല്ലേ? അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി പത്മവിഭൂഷൺ ലഭിക്കുന്നു ഏത് വർഷം? 2016. അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഭരതനാട്യം. ഓക്കെ, യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യവും കുച്ചിപ്പുടിയാണ്. ഓക്കെ, യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യവും കുച്ചിപ്പുടി. യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ എന്ന് പറയുന്നത് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഓക്കെ, യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ആണെങ്കിൽ 1968, പത്മഭൂഷൺ ആണെങ്കിൽ 2001, പത്മവിഭൂഷൺ ആണെങ്കിൽ 2016. ഇത് കൂടാതെ തന്നെ യാമിനി കൃഷ്ണമൂർത്തിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. അത് 1977. ഓക്കെ, അപ്പൊ ഇത്ര ഓർക്കാലോ. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം, കുച്ചിപ്പുടി. പത്മ അവാർഡ്സ് 3 ലഭിക്കുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ആണെങ്കിൽ 1968, പത്മഭൂഷൺ ആണെങ്കിൽ 2001, പത്മവിഭൂഷൺ ആണെങ്കിലോ 2016. യാമിനി കൃഷ്ണമൂർത്തിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം അത് 1977. ഓക്കെ, ഇനി യാമിനി കൃഷ്ണമൂർത്തിയുടെ ഓട്ടോബയോഗ്രഫിയാണ് ഏതെന്ന് പറയുന്നത്? പാഷൻ ഫോർ ഡാൻസ് എന്ന് പറയുന്നത്. എ പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത് യാമിനി കൃഷ്ണമൂർത്തിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. യാമിനി ഡാൻസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, യാമിനി ഡാൻസ് സ്കൂൾ 1990 യാമിനി ഡാൻസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്? അത് ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിൽ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നോട്ട് ചെയ്തോളുക. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യം, കുച്ചിപ്പുടി. പത്മ അവാർഡ്സ് 3 ലഭിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ആണെങ്കിൽ 1968, പത്മഭൂഷൺ ആണെങ്കിലോ പത്മഭൂഷൺ ആണെങ്കിൽ 2001, പത്മവിഭൂഷൺ ആണെങ്കിലോ 2016. 1977 സംഗീത നാടക അക്കാദമി അവാർഡ്. ദെൻ പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് യാമിനി ഡാൻസ് സ്കൂള് 1990 ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എ പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? യാമിനി കൃഷ്ണമൂർത്തി. ഓക്കെ, അപ്പം ഏറ്റവും എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി ക്ലാസ് കേട്ട്, അതായത് ക്ലാസ് നിങ്ങൾ തീരുമ്പോൾ ഇതിലൊരു 80% കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, ഓർമ്മയുണ്ടാവണം. പിന്നീട് എന്ത് ചെയ്യുക? ഇത് റിവൈസ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മറന്നു പോകും. സോ ഇടയ്ക്ക് റിവൈസ് കൂടെ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അത് മാത്രമല്ല എക്സാമോട് ചെന്നിരിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.